നമസ്കാരം. പ്രധാന വാർത്തകൾ. ചികിത്സാവേളയിലും കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരും. അമേരിക്കയിൽ നിന്നും പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്ന് സുധാകരൻ. KPCC എക്സിക്യൂട്ടീവ് നേതൃത്വത്തിനെതിരെ VM സുധീരൻ. പാർട്ടിയിൽ ഇപ്പോൾ 5 ഗ്രൂപ്പ് എന്ന് വിമർശനം. അയോധ്യ പ്രതിഷ്ഠാ ദിനം വീടുകളിലും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി. അയോധ്യയിൽ 15,700 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും മോദി രാജ്യത്തിന് സമർപ്പിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ നിലപാട് വ്യക്തമാക്കിയ സമസ്ത. ആരെവിടെ പോയാലും സമുദായ വികാരം വ്രണപ്പെടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ നിലപാട് പറയേണ്ടത് സുപ്രഭാതം ദിനപത്രമല്ല. സുന്നി ഐക്യശ്രമത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും സമസ്ത. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. നാളെ മുതൽ പതിവ് പൂജകൾ. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് 26,000 പേർ. മകരജ്യോതി തൊഴാൻ വിപുലമായ ക്രമീകരണങ്ങൾ. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ദർശനം മാനവികതയിൽ ഊന്നിയതെന്ന് മുഖ്യമന്ത്രി. പ്രധാന ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനത്തിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് സ്വാമി സച്ചിദാനന്ദ. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കൊച്ചിയിൽ കടുത്ത നിയന്ത്രണം. പാപ്പാഞ്ഞിയെ കത്തിക്കൽ പരേഡ് ഗ്രൗണ്ടിൽ മാത്രം മതിയെന്ന് ജില്ലാ ഭരണകൂടം. വിളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാറ്റാനാകില്ലെന്ന് സംഘാടകർ. കാർണിവലിൽ അനുമതി നിഷേധിച്ച ഗവർണറും തൊപ്പിയും നാടകം മറ്റു വേദികളിൽ അവതരിപ്പിക്കാൻ അണിയറ പ്രവർത്തകർ.